അപ്പം ഇന്നത്തതേ ഒരു ഫുഡിൻ്റെതും യാത്രയൊക്കെ ആയിട്ടുള്ളതാട്ടോ. ഈ ഒരു ചോറിൻ്റെ ടേസ്റ്റ് നമ്മൾ വീട്ടിൽ വെച്ചാൽ കിട്ടൂല. കാരണം ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ ഒരു നേർച്ച ഉണ്ട് കേട്ടോ. എല്ലാ പള്ളികളിലും ഇപ്പോഴായിട്ട് നബിദിനം കഴിഞ്ഞതിന് ശേഷം 3 മാസത്തെ മൗലൂദും കാര്യങ്ങളുമായിട്ട് അതിൻ്റേതായ രീതിയിൽ ഫുഡും അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളിവിടെ കൊടുവള്ളി പെരിയാന്തോട് എന്ന് പറയും കേട്ടോ. അവിടെ പള്ളിയിൽ നടക്കുന്ന ആ ഒരു മൗലിദ് സദസ്സിൻ്റെ നേർച്ച ചോറാട്ടോ. ഈ മഞ്ഞച്ചോറും അതേപോലെ ഈ ഒരു ബീഫ് കറിൻ്റെ ടേസ്റ്റ് നമ്മളെങ്ങനെ വീട്ടിൽ വെച്ചാലും കിട്ടൂല. നിങ്ങൾക്ക് കിട്ടാറുണ്ടോ? അപ്പോൾ ഇതാ രാവിലെ ഞാനും ഉമ്മച്ചിയും അലിമോനെ മദ്രസയിൽ കൊണ്ടാക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ പോയതാട്ടോ. കുറച്ച് നേരത്തെ തന്നെ പോയാൽ അവിടെ കയറിയിട്ട് ആ ഫുഡ് വാങ്ങിയിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഉമ്മച്ചിയും അലിമോനും കൂടി പോയതാട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കവർ വേണോ എന്നുള്ള ഒരു ഓർമ്മയില്ലെങ്കിൽ അങ്ങനെ എന്ത് ചെയ്ത് ഞാൻ കവർ വാങ്ങാൻ വേണ്ടി പോയ ഒരു സമയത്ത് ഇവിടെ ഈ ഏരിയ കാലിക്കച്ചവടം കാലിച്ചന്ത എന്ന് പറയുന്നുണ്ട്. അതായത് പോത്തിൻ്റെ ആ ഒരു ചന്തയായിട്ട് ഉള്ളൊരു സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറേ പോത്തുകളെ കൊണ്ടുപോകുന്ന ആ ഒരു വണ്ടിയാണ് ആ ഒരു സമയത്ത് കുറച്ച് ബ്ലോക്കായി. പിന്നാണെങ്കിൽ ഈ ഒരു ഫുഡ് കൊടുക്കുന്ന ആ ഒരു ഇതിൽ എല്ലാ ആൾക്കാരും എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഈ ഒരു ഫുഡിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. അങ്ങനെ വന്ന കുറേ അധികം ആൾക്കാരുള്ളതുകൊണ്ട് ഇവിടെ കുറച്ച് ഒരു ബ്ലോക്ക് പോലെ ഉണ്ട്. ഈ രാവിലെ ഈ ഒരു കുറച്ച് സമയം മാത്രമേ ഈ ഒരു ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഫുഡിൻ്റെ ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടേസ്റ്റ് ആട്ടോ. പണ്ട് കാലങ്ങൾ മുതലേ ആൾക്കാരൊക്കെ ഈ ഫുഡ് എവിടെ ഉണ്ടോ അവിടെ പോയിട്ട് വാങ്ങി കഴിക്കും. അതേപോലെ അവിടെ ആ മൗലിദ് സദസ്സിനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഉമ്മച്ചി അലിമോന് വരിക്ക് നിന്ന സമയത്താണ് ഞങ്ങൾ കവർ നോക്കണം, അപ്പോൾ കവർ വേണം എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ കവർ വാങ്ങി വരുന്ന ആ ഒരു സമയമായപ്പോഴേക്കും ഉമ്മച്ചിയും അലിമോനും ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അലിമോനെ മദ്രസയിലാക്കുകയും ചെയ്ത് ഞാൻ ഉമ്മച്ചും ഫുഡും വാങ്ങിയതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാട്ടോ. വീട്ടിലെത്തി അന്നത്തെ രാവിലത്തെ ഫുഡും ഉച്ചക്കും അതേപോലെ രാത്രിയും മൊത്തം ആ ഒരു മഞ്ഞച്ചോറ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, എത്ര കഴിച്ചാലും മതി വരില്ല. കാരണം ഈ കൊണ്ടുവന്ന ആ ഒരു ചൂട് തന്നെ ഇത് കഴിക്കണം. അപ്പോൾ അതിഗംഭീര ടേസ്റ്റായി കിട്ടും. അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ വേഗം പാത്രത്തിലൊക്കെ ആക്കിയതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഇന്ന് രാവിലെ കടി ഉണ്ടാക്കിയില്ല, അപ്പോൾ രാവിലെ തന്നെ ചോറെടുത്ത് കഴിച്ചു.